ഒരു സംഭവമല്ലല്ലോ. ഇന്ന് അവിടെ യാത്രികനെ കാട്ടുപന്നി ആക്രമിച്ചിട്ടില്ലേ? ഇന്ന് വീട്ടുപറമ്പിൽ കടുവ കൊണ്ടിട്ടില്ലേ? ആവർത്തിച്ച സംഭവം ഉണ്ടാകില്ലേ? ഞാൻ 2 അടിയന്തര പ്രമേയങ്ങൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ തന്നെ 10 തവണയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗം വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, ഞാൻ കിട്ടുതരാം. റെക്കോർഡിൽ എൻ്റെ ഫോണിലുണ്ട്. ടി സിദ്ദിഖും മാത്യു കൊൾനാടനും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് സീരിയസ് ആണെങ്കിൽ ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ സമയം നിശ്ചയിച്ച് അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ്സും തീർത്തിട്ട്, ആവശ്യങ്ങൾ തീർത്തിട്ട്, വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് 1.5 മണിക്കൂർ അഡീഷണൽ ചർച്ചയാണ്. അതിന് MLA-മാരൊക്കെ ഇരിക്കും. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിലെ വന്യമൃഗശല്യം അതിരൂക്ഷമാണല്ലോ. കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഇങ്ങനെ 4 പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഒന്ന്, പെരിങ്കലിൽ ജസ്റ്റ് മരിച്ചപ്പോഴാണ് ആ വിഷയം ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ട്, അതെൻ്റെ നിയോജകമണ്ഡലത്തിൽ. പിന്നെ നമ്മുടെ ഉളിക്കലിൽ നിന്ന് പുറപ്പെട്ട കടുവയാണ് മാനന്തവാടിയിലെ തൊണ്ടർനാടിലെ സലു എന്ന 50 വയസ്സുകാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടിച്ചു കൊലപ്പെടുത്തിയത്. അതിനാണ് ഒരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നത്. ഇത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചർച്ച ചെയ്യാമല്ലോ. സിദ്ദിഖും കൊൾനാടൻ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. എത്രയോ തവണ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളുടെയും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ MLA-മാരുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി. ഞങ്ങൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന വിചാരിച്ചിട്ടല്ല, നേരത്തെ തന്നെ മലയോര യാത്ര നടത്തി. നിങ്ങൾക്കറിയാം, ഞാൻ ഇരിട്ടിയിൽ ഞാൻ തന്നെ, ഞാൻ KPC പ്രസിഡന്റ് വരെ ഏറ്റെടുത്തിട്ടില്ല. ഞാൻ തന്നെ ഇരിട്ടിയിൽ എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട്. ആറിലത്തെ 2 ആളുകൾ ദാരുണമായിട്ട് ദമ്പതിമാർ മരണപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ തന്നെ അവിടെ ഒരു ഉപവാസം ഒരു ദിവസം മുഴുവൻ ഇടുന്നില്ലേ? എത്ര പ്രാവശ്യം മാർച്ച് നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, കർഷക കോൺഗ്രസ്, സമുദായ നേതാക്കന്മാർ, ബിഷപ്പുമാർ. അപ്പോൾ പിന്നെ പാമ്പളാനി ബിഷപ്പ് എത്ര പ്രാവശ്യം സമരമുഖത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ കാട്ടുമൃഗങ്ങളും സർക്കാരും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ തെളിയിക്കപ്പെടുന്നത്. അതിനെ ന്യായീകരിക്കാനോ അതിനെ മറച്ചുവെക്കാനോ മന്ത്രി എന്ത് കാപട്യം പ്രയോഗിച്ചാലും അത് വിലപ്പോവില്ല. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.